ഹായ്. ഞാനധികവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ലോക്കൽ ട്രെയിനിനും ബസ്സിനും ഓട്ടോറിക്ഷയ്ക്കും ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചൊക്കെ യാത്ര ചെയ്ത് സ്ഥലങ്ങൾ കണ്ട് അത് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഈ ലോക്കൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. ഏത് യാത്രയിലും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവാം, അതുപോലെ തന്നെ വ്യത്യസ്തമായ കാഴ്ചകൾ ഉണ്ടാവാം, വിശേഷങ്ങൾ ഉണ്ടാവാം. ഇപ്പം നമ്മൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് നമ്മൾ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുന്നതേ, നമ്മളൊരു ട്രെയിൻ യാത്ര നടത്തി ലോക്കൽ ട്രെയിനിൽ കോഴിക്കോട് നിന്നും ഷൊർണൂർക്ക്. അപ്പം ആ യാത്രയിൽ എന്തൊക്കെ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. വെൽക്കം ബാക്ക് റോഹിത് പ്രിയർ വീഡിയോസ്. ഈ സ്ഥലം ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കോഴിക്കോട് SM സ്ട്രീറ്റാണ്. രാവിലെ ഇങ്ങനെയാണ് കേട്ടോ, ആളൊഴിഞ്ഞ SM സ്ട്രീറ്റ്. SM സ്ട്രീറ്റിൽ സൺഡേയിലൊക്കെ രാവിലെ വന്നാൽ ഇങ്ങനെ ഉണ്ടാവും. സൺഡേയിലല്ല, ഏത് ദിവസവും രാവിലെ ഇങ്ങനെ തന്നെയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയിലാണ് സൺഡേ മാർക്കറ്റ് ഉള്ളത്. ഒക്കെ റെഡിയായി വരുന്നുള്ളൂ. രാവിലെയാണ്. ഈ കാണുന്ന റോഡിന് അങ്ങോട്ട് പോയാലേ 2ാം ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തും. ഇതിലെ പോയാൽ പിന്നെ നമ്മൾ നേരെ പോയാൽ റെയിൽവേ സ്റ്റേഷനിലെത്താം. വേൾഡ് കപ്പ് നടക്കുന്ന സമയത്താണ് ഇതെടുത്തത്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഫ്ലെക്സുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും, കൊടികളും. മാനാഞ്ചിറ LICയുടെ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഷോർട്ട് കട്ടാണ് SM സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് SM സ്ട്രീറ്റ് കാലിയായി കിടക്കുന്നൊരു കാഴ്ച. അപ്പോൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ധരിച്ചു. നമ്മൾ SM സ്ട്രീറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. സൺഡേ മാർക്കറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്താ, ഈ ഇടതുവശത്തുള്ള റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാളയത്തേക്കെത്താം. പാളയം മാർക്കറ്റിലോട്ടൊക്കെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് നേരെ നടക്കണം. ഇവിടെ നിന്നും വലത്തോട്ട് പോകുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ റോഡ്. ഇത് പാളയത്തേക്കുള്ള റോഡാണ്. നമ്മളിപ്പം ഈ വലത്തേക്കുള്ള റോഡിനോട് ഇതിൽ നേരെ പോകുന്നത് ആ കാണുന്ന റോഡ് വലിയങ്ങാടിയിലോട്ടുള്ളതാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റോഡ് ഇതാണ്. വലിയങ്ങാടിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അന്ന് കയറി കണ്ടോളൂ. 50 രൂപയാണ് ഷൊർണൂർക്കുള്ള ടിക്കറ്റ് ചാർജ്. നമ്മളിപ്പോൾ ഉള്ളതേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിവിടുന്ന് ഷൊർണൂർക്കാണ് പോകുന്നത്. ഷൊർണൂർക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 7:45 ഒരു കോയമ്പത്തൂർ ലോക്കൽ ട്രെയിൻ ഉണ്ട്. അതിനാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ക്ലോക്ക് ടവർ ഇതിന് മുന്നേ ഒന്ന് ഇടിഞ്ഞു വീണത് നിങ്ങളൊക്കെ വാർത്തയിൽ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ മാറ്റിയ ഈ സംഭവത്തിലാണ് കേട്ടോ. ഈ ഒരു ട്രെയിനിൻ്റെ ബോഗിയിലാണ് മണ്ണുകളൊക്കെ നീക്കിയത്. ആ കാണുന്നതാണ് സ്ഥലം. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ JCB ഒക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ വേറെ വശത്തു നിന്ന് കാണിച്ചിരുന്നുണ്ടോ. 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ക്ലോക്ക് ടവർ ഇടിഞ്ഞു വീണത്. ഒരു ട്രെയിൻ അതാ യശ്വന്തപൂർ കണ്ണൂർ ട്രെയിനാണത്. അത് കണ്ണൂർക്ക് പോകുമ്പോൾ നമ്മുടെ ട്രെയിൻ ഇതാ കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ട്രെയിനിനാണ് ഷൊർണൂർക്ക് പോകുന്നത്. ഈ യാത്രയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇനിയും ഞാൻ ട്രെയിനിൽ കയറിയിട്ടൊന്ന് സീറ്റ് പിടിക്കട്ടെ. ബാക്കി കാഴ്ചകൾ നമുക്ക് വഴിയേ കാണാം. ഇത് കല്ലായി റെയിൽവേ സ്റ്റേഷനാണ്. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും വർക്ക് നടക്കുന്നുണ്ട്. കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ നിർത്തും. അടുത്ത് നമുക്ക് ഫറൂഖാണ്. ഫറൂഖ് എത്തുന്നതിന് മുന്നേ തന്നെ ഈ പുഴയുണ്ട്, ഫറൂഖ് പുഴ. നല്ല രസമുള്ള കാഴ്ചയാണ് ഫറൂഖ് പുഴയിലൂടെ അതിന് മുകളിൽ കൂടെയുള്ള ഈ ട്രെയിൻ യാത്ര. അത് കഴിഞ്ഞാൽ നമുക്ക് ഫറൂഖ് റെയിൽവേ സ്റ്റേഷനെത്തും.
ഫറോക്ക് കഴിഞ്ഞു കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിലോട്ട് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ലോക്കൽ വണ്ടി ആയതുകൊണ്ട് എല്ലാ സ്റ്റേഷനിലും നിർത്തിയിടും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടലുണ്ടി പുഴയുടെ മുകളിലൂടെയാണ്. പണ്ട് വലിയൊരു ട്രെയിൻ അപകടം നടന്നതാണ് ഈ കടലുണ്ടി പുഴയുടെ മുകളിൽ. എല്ലാവരും ന്യൂസിലൊക്കെ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടലുണ്ടി പാലം കാണാം, അതുപോലെ തന്നെ കടലും കാണാനായിട്ട് കഴിയും. മനോഹരമായ ഒരു കാഴ്ച. കടലുണ്ടി കഴിഞ്ഞു. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. എല്ലാ സ്റ്റേഷനിലും 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ നിർത്തിയിട്ടുള്ളൂ കേട്ടോ. ഈ യാത്രയിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്, അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം. സാധാരണ സംഭവിക്കുന്നതാണ് ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയൊക്കെ ആളുകൾ കയറാനുണ്ട്. ഇന്ന് സൺഡേ ആണെങ്കിലും ട്രെയിനിൽ നിറച്ച് ആളുകളുണ്ട്. ഈ ലോക്കൽ ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. മദ്യപിച്ച് വരുന്നവരും മയക്കുമരുന്നുള്ളവരും അതുപോലെ തന്നെ പിച്ച എടുക്കുന്നവരും അതുപോലെ തന്നെ മോഷ്ടാക്കൾ, അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് താനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. ഈ താനൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴാണ് ആ ഒരു പ്രധാന സംഭവം അരങ്ങേറിയത്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ട്രെയിൻ ഇവിടെ നിന്ന് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ എതിർവശത്ത് ഒരു ലേഡി ഇരിക്കുന്നുണ്ടായിരുന്നു സൈഡ് സീറ്റിൽ, ആ സിംഗിൾ സീറ്റിൽ. പെട്ടെന്നാണ് അത് എഴുന്നേറ്റ് ഡോറിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ മോന്തയ്ക്ക് ഒരു അടി കൊടുത്തത്. എന്താ സംഭവം അടിക്കുന്നതൊന്നും നമ്മൾ കണ്ടില്ല. അടി കഴിഞ്ഞിട്ടാണ് നമ്മൾ സംഭവം അറിയുന്നത്. ആ കൊച്ചു പറയുന്നു ആ കൊച്ചിനെ എന്തോ അശ്ലീലം കാണിച്ചു എന്നോ സിബൂരി കാണിച്ചു എന്നോ അങ്ങനെ എന്തോ കാണിച്ചു, എന്തോ മയക്കുമരുന്നിനോ വെള്ളത്തിനോ എന്തോ അടിമയായ ആളെന്ന് തോന്നുന്നു. അങ്ങനൊരു ഇഷ്യൂ ഈ യാത്രയിലുണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ലോക്കൽ ട്രെയിനിലും ഏത് ട്രെയിനിൽ യാത്ര ചെയ്താലും ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മൾ തിരൂരിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏത് ട്രെയിനിൽ യാത്ര ചെയ്താലും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാവും. ട്രെയിനിൽ മാത്രമല്ല, എവിടെ യാത്ര ചെയ്യുമ്പോഴും ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇങ്ങനത്തെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുള്ള യാത്രകളിലൊക്കെ നല്ല കാഴ്ചകൾ കാണാൻ കഴിയും. അങ്ങനത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. നല്ല പച്ചപ്പുൽ പാടങ്ങളൊക്കെ ഈ യാത്രയിൽ നമ്മൾ കണ്ടോ, നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നെൽകൃഷിയാൻ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടോ താമരപ്പാടം, താമരയാണോ ആമ്പലാണോ എന്നറിയില്ല, ഒരു താമരപ്പാടാൻ തോന്നുന്നുണ്ട്. അതും നമ്മുടെ കണ്ണിന് നല്ല കുളിർമയേകുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇനിയും വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യാത്രയിൽ സംഭവിക്കുമ്പോൾ ഈ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ചില സ്ഥലത്ത് അങ്ങോട്ട് ട്രെയിൻ പിടിച്ചിടും. 1 മണിക്കൂർ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ അവിടെ കിടക്കും. ഈ യാത്രയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴേ ഇതാ തിരുനാവായ റെയിൽവേ സ്റ്റേഷനെത്തി. അതായത് ഭാരതപ്പുഴയുടെയൊക്കെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് തിരുനാവായ. കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ വീണ്ടും ഒരു ആമ്പൽപ്പാടം. ഈ റൂട്ടിൽ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ എല്ലാ ട്രെയിനുകളും സ്റ്റോപ്പുള്ള ഒരു സ്റ്റേഷനാണ്. കുറച്ച് വലിയ റെയിൽവേ സ്റ്റേഷനാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ഭാരതപ്പുഴയുടെ കുറച്ച് കാഴ്ചകൾ നമുക്കിവിടുന്ന് കാണാം. കുറച്ച് ദൂരെയുള്ള കാഴ്ചകളാണ്. ശരിക്കും അതുകൊണ്ട് കാണാൻ കഴിയില്ല. ട്രെയിൻ ഇങ്ങനെ പാഞ്ഞു പോയല്ലേ, അപ്പം കാണുന്ന കുറച്ച് കാഴ്ചകളാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമുക്ക് 8ൻ്റെ പണി കിട്ടിയത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിന് 40 മിനിറ്റാണ് പിടിച്ചിട്ടത്. എന്തിനാണെന്നല്ലേ, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആ ട്രെയിൻ അത്രയും നേരം പിടിച്ചിട്ടത് മറ്റൊരു ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇപ്പം വരും വന്ദേ ഭാരത്. ആ ട്രെയിൻ കടന്നു പോകാൻ വേണ്ടിയിട്ട് 40 മിനിറ്റാണ് ഇവിടെ നമ്മുടെ ട്രെയിൻ പിടിച്ചിട്ടത്. വരുന്നുണ്ട്, ദേ വരുന്നു വന്ദേ ഭാരത്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന പവർ ബാങ്കാണ്. അതായത് ഷവോമിൻ്റെ ആണ്, MIൻ്റെ പവർ ബാങ്കാണ്. 10,000 mAh അതാണ് ഇതിൻ്റെ ബാറ്ററി പവർ. ഇത് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും കൊണ്ടു നടക്കാറുണ്ട്. അങ്ങനെ 40 മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ വീണ്ടും യാത്ര തുടർന്നു. അടുത്തൊരു റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുകയാണ്. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ കുറേയൊക്കെ സമയങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോവുക. ഈ ട്രെയിനൊക്കെ ഇങ്ങനെ വൈകുമ്പം നമ്മുടെ പ്ലാനുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഈ യാത്രയിൽ എനിക്കും അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ യാത്ര പ്ലാൻ ചെയ്യുമ്പം ഒരു യാത്രയിൽ തന്നെ കുറേ സ്ഥലങ്ങൾ സന്ദർശിക്കണം എന്ന് വിചാരിക്കാറുണ്ട്. ആഹാ, മനോഹരമായ മറ്റൊരു കാഴ്ച കണ്ടില്ലേ, കൊക്കുകൾ ഇങ്ങനെ പറന്നു പോകുന്നതാണ് നല്ല രസമായിട്ട്. ഇപ്പം വേറൊരു വന്ദേ ഭാരതം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രെയിനിൻ്റെ യാത്ര. ഈ യാത്രയിലും ഞാൻ വിചാരിച്ചത് ഒരു 3 സ്ഥലങ്ങളിലെങ്കിലും പോകണം എന്നാണ്. പക്ഷേ ഈ യാത്രയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യാത്ര പുറപ്പെട്ട് കുറച്ചങ്ങെത്തിയപ്പം വീണ്ടും ഈ ട്രെയിൻ അവിടെ പിടിച്ചിടുകയാണ്. അവിടെയും ഒരു 10-15 മിനിറ്റ് നമുക്ക് നേരം വൈകി. ഇപ്പോൾ ദാ ഒരു റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മൾ വീണ്ടും കടന്നിരിക്കുകയാണ്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ സമയത്തിന് ആകെ താളം തെറ്റിയതാണ് ഇന്നത്തെ ഈ യാത്രയിൽ. കാരണം ഞാൻ വിചാരിച്ച സമയത്ത് ഷൊർണൂർ എത്താൻ കഴിഞ്ഞില്ല. ഒരു മണിക്കൂർ മൊത്തം നമുക്ക് ലേറ്റ് ചെയ്താൽ ഇവിടെയാണ് ട്രെയിൻ പിന്നീട് നിർത്തിയിട്ടത്. ഒരു 15 മിനിറ്റോളം ഇവിടെ നിർത്തിയിട്ടു, അവിടെ 40 മിനിറ്റ്, അങ്ങനെ 55 മിനിറ്റ്, 1 മണിക്കൂർ നമ്മുടെ ടൈം നഷ്ടമായി. ഇതൊക്കെയാണ് ലോക്കൽ ട്രെയിനിലൊക്കെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. മൊത്തത്തിൽ എനിക്ക് ഇന്നത്തെ യാത്ര ഭയങ്കര നഷ്ടമായിരുന്നു. നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി.
ഭയങ്കര സൗണ്ടാണ്, അതുകൊണ്ട് പറയുന്നത് എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മളങ്ങനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടതേ കോഴിക്കോട് നിന്നും ഷൊർണൂരിലുള്ള യാത്രാ കാഴ്ചകളാണ്. ഇനി നമ്മളിവിടെ നിന്നും വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. അത് എവിടേക്കാണ് പോകുന്നതെന്നും അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത നമ്മുടെ കാഴ്ചകൾ എവിടത്തെയാണെന്നും എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ഇത് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു കേട്ടോ. ബൈ.